ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ പുസ്തകം ബഷീറിൻ്റെ പ്രേമലേഖനാണ്. പുസ്തകം DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ആയത് 1943-ലാണ്. എന്നാലോചിച്ച് നോക്കാം, ഒത്തിരി പഴയ പുസ്തകമാണ്. 50 രൂപ വിലയുള്ളൂ, 55 പേജേ ഉള്ളൂ ആകെ. ചെറിയ ബുക്കാണ്, വളരെ ചെറിയ ഒരു പുസ്തകമാണ്. വായിക്കാൻ ഒരു മണിക്കൂറുകൾ മാത്രം മതി, മണിക്കൂറുകളൊന്നും വേണ്ട. അതിനേക്കാൾ എളുപ്പത്തിൽ വായിച്ചു തീരാവുന്ന ഒരു പുസ്തകമാണ്. ഈ ബഷീറിൻ്റെ പ്രേമലേഖനം ഈ വൈകിയ വേളയിൽ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നിയൊരു സംഗതി, തുടക്കക്കാർക്കൊക്കെ വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. പക്ഷേ പ്രേമലേഖനം എല്ലാവർക്കും ഒന്നും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രേമലേഖനം അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. സ്റ്റിൽ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള പുസ്തകം തന്നെയാണിത്. ഞാൻ ഈ പുസ്തകം ഇതിൻ്റെ ഒരു ഫോട്ടോ ത്രെഡ്സിലോ മറ്റോ ഇട്ടപ്പോൾ ആരോ ഇങ്ങനെ ചോദിച്ചു, പ്രേമലേഖനം ഒന്നും വായിച്ചിട്ടില്ലേ എന്ന്. അപ്പോൾ എനിക്ക് തോന്നി, നമ്മളൊരു പുസ്തകം കണ്ടിട്ട് ഇതൊന്നും വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് പോലും അങ്ങനെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ എന്ന്. കാരണം ഒരു പുസ്തകം ഒരാൾ എപ്പോൾ വായിക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, അല്ലേ? അങ്ങനെ ഒരുപാട് വൈകിട്ടും ഇന്ന പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല, അങ്ങനെ നമുക്കതിനെ ഒരു രീതിയിലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഞാനിത് പണ്ടപ്പോഴോ വായിച്ചത് തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് പഠിക്കാൻ ആ സമയത്ത്, സ്കൂൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴോ എന്തോ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഇതുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മലയാളം സെക്കൻഡോ അങ്ങനെ എന്തോ, ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ബഷീറിൻ്റെ ഒരുമാതിരി പുസ്തകങ്ങളൊക്കെ പണ്ടേ വായിച്ചതാണ്. ഞാനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലത്ത് ലൈബ്രറീസിലൊക്കെ പഴയ പുസ്തകങ്ങളെ ഉണ്ടാവുള്ളൂ. അതായത് ബഷീറിൻ്റെയോ മാധവിക്കുട്ടിയുടെയോ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കാണുള്ളൂ അവിടെ. അപ്പോൾ അതെന്നെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുമാതിരി പുസ്തകങ്ങളൊക്കെ പണ്ടേ നമ്മൾ ടിക്ക് ഓഫ് ചെയ്ത് വായിച്ച് തീർത്തു. ഇപ്പോൾ ഇത് വീണ്ടും എടുത്തുകൊണ്ട് വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇതൊക്കെ ടൈംലെസ് ആയിട്ടുള്ള എഴുത്താണല്ലോ, എല്ലാ കാലത്തും വായിക്കാവുന്ന എഴുത്തുകളാണ്. ഇത് സിംപ്ലി ഒരു മനുഷ്യൻ്റെ പ്രേമം, ഒരു യുവതിയോടുള്ള പ്രേമലേഖനം, ആ പേരിൽ എന്താണോ ഇരിക്കുന്നത് അത് തന്നെയാണ് ഈ പുസ്തകം. അതിനേക്കാൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. പിന്നെ ഇത് വായിച്ച് ഒരു രസത്തിൽ വായിക്കുന്ന പുസ്തകമാണ്, നറേറ്റ് ചെയ്യുന്ന പുസ്തകമല്ല. ഇത് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ്, കേശവൻ നായരും സാറാമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻസാണ്. ആൻഡ് അത് നല്ല രസമാണ്. അതങ്ങനെ തന്നെ വായിച്ച് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ എഴുതിയിരിക്കുന്നത്, സമുദായ സൗഹാർദ്ദത്തിനോ സന്മാർഗ ചിന്തയ്ക്കോ കോട്ടം തട്ടാത്ത വിധത്തിൽ ഒരു പ്രേമകഥ വിജയകരമായി അവതരിപ്പിക്കുകയാണ് ബഷീർ എന്നാണ്. അത് ഒന്ന് ആലോചിക്കണം, അന്നത്തെ കാലത്ത് 1943 എഴുതി വച്ചിരിക്കുന്ന ഒരു 2 മതത്തിലുള്ള ആളുകൾ തമ്മിൽ അവർ പ്രണയിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അവരുടെ പ്രണയത്തിലേക്കുള്ളൊരു യാത്രയാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള കുറേ അധികം ഡയലോഗുകൾ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളതാണ്. ജീവിതം യൗവനതീഷ്ണവും പ്രേമസുരഭിലവുമായിരിക്കുമ്പോൾ ജീവിതത്തിന് മധുരം പകരാൻ മറ്റൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഡയലോഗുകളൊക്കെ. കുറച്ച് ഒരു കാവ്യാത്മകമൊക്കെ തന്നെയാണ്, വേറെ ഒരു രീതിയിലാണ്. ബഷീറിൻ്റെ എഴുത്തറിയാമല്ലോ, അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് നറേഷനൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബുക്കൊക്കെ അവൈലബിൾ ആണ്. റീഡൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ്. ഇതൊരു 1 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് വായിച്ച് തീരും. ഒരു പുസ്തകം വായിച്ച് ടിക്ക് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വായിക്കാം. പിന്നെ സിമ്പിൾ റീഡാണ്. ഞാനീ പറഞ്ഞ പോലെ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമാണെങ്കിലും ചില ആളുകൾക്ക് വലിയ കാര്യം ഒട്ടൊന്നും ഇഷ്ടമില്ലാത്ത പുസ്തകം കൂടിയാണ് പ്രേമലേഖനം. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലതെന്നോ ഭയങ്കര മോശമെന്നോ ഒന്നും അങ്ങനെ ടാബ്ലേറ്റ് ചെയ്യാറില്ല. കാരണം പല പുസ്തകവും പല കാലഘട്ടത്തിൽ, പല സാഹചര്യത്തിൽ, പല ആളുകൾ അവരുടേതായിട്ടുള്ള സോഷ്യൽ ക്യാപിറ്റലും വെച്ചിട്ട് എഴുതുന്നതായിരിക്കും. അപ്പോൾ അതിനെ ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല. ഇൻസ്റ്റഡ് എനിക്കത് എന്ത് ഫീലാണ് തന്നത്, അല്ലെങ്കിൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കയ്യിലിരുന്നാൽ ആർക്കാരും കൊടുക്കാനൊക്കെ നല്ല പുസ്തകമാണ്. ചുമ്മാ വായിക്കാൻ 50 രൂപയുടെ കേസേ ഉള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ എടുത്തിട്ട് വന്നത്. ഞാൻ പൊതുവേ ആളുകൾ റിവ്യൂസൊക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പുസ്തകം വളരെ ആവശ്യമില്ലാത്ത ഹൈപ്പ് അതിന് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ, ഇതിനിത്ര ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ അത്രയും ഹൈപ്പേ കൊടുക്കേണ്ടതുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു വലിയ സൊസൈറ്റി അതിന് വേറെ എന്തോ ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കാത്തതോ ആയിട്ടുള്ള പുസ്തകത്തിൻ്റെ ഏതോ ഒരു സൈഡ് വലിയൊരു വിഭാഗം ആൾക്കാർ അംഗീകരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉൾപ്പെടാത്ത ഒരു ഓഡിയൻസ് എപ്പോഴും ആ പുസ്തകത്തിനുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ നല്ലതെന്നൊരു വിഭാഗം ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഒരു പുസ്തകം നല്ലതാണോ മോശമാണോ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പുസ്തകം വായിക്കുമ്പോൾ എന്ത് ഫീലാണ് കിട്ടുന്നത്, ഏകദേശം എത്ര ഈസി റീഡാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി എനിക്ക് വന്ന കമൻസിൽ അല്ലെങ്കിൽ ക്വയറീസിലൊക്കെയുള്ള ചോദ്യങ്ങൾ, പുസ്തകം നല്ലതാണോ അല്ലെങ്കിൽ പുസ്തകം എന്തുകൊണ്ട് മോശമാണെന്ന് പറയുന്നില്ല, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. ആൻഡ് എനിക്ക് മനസ്സിലായത്, നമുക്കങ്ങനെ ഒരു സൈഡിൽ പോയി നിന്നിട്ട് ഒരു കലാസൃഷ്ടിയെ നോക്കിയിട്ട് അത് എത്ര നല്ലതെന്നോ മോശമെന്നോ പറയണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു മീറ്റർ, ഒരു ബെഞ്ച് മാർക്ക് അതിനകത്ത് ഉണ്ടാവുമല്ലോ. അതുതന്നെയാണ് അപ്പുറത്തിരിക്കുന്ന
ആളും ഉദ്ദേശിക്കുന്ന ബെഞ്ച് മാർക്കെന്ന് നമുക്കറിയില്ല. അറിയാത്തിടത്തോളം അങ്ങനെ ഒത്തിരി നല്ലതെന്നോ ഒത്തിരി മോശമെന്നോ ഈസി ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഒരുമാതിരി ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെ നമ്മൾ കോമണായി സജസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രേമലേഖനം വായിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ പ്രേമലേഖനവും വായിച്ചിട്ടില്ലെങ്കിൽ, ഇത് ബഷീർ എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളൊരു പ്രേമലേഖനമാണ്. നിങ്ങൾക്ക് വായിക്കാം, നല്ലതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. ബൈ.